സൂം മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു ഉറ്റ സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ബന്ധുവിന്റെയോ, ഇനി അതുമല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയുള്ള അനൗൺസ് പ്രകാരമാണ് നിങ്ങൾ ഈ ഒരു മീറ്റിംഗ് കേൾക്കാൻ വന്നിട്ടുള്ളത്. ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല. ഒരിക്കലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ധനം അവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, ഡബിൾ ആകും, ട്രിപ്പിൾ ആകും എന്ന ഒരു പ്രൊമോഷൻസിന് വേണ്ടിയല്ല ഈ ഒരു ലേണിംഗ് പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. നമ്മുടെ സമയത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും വലിയ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ബിറ്റ് കോയിൻ, എത്തേറിയം, സൊലാന, വിവിധ തരത്തിലുള്ള ക്രിപ്റ്റോ ടോക്കണുകൾ എയർ ഡ്രോപ്പ് ആയി ലഭിച്ച് അവർ അതിലൂടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളും, അതേപോലെ തന്നെ അവർക്ക് വന്ന ടോക്കൺ എന്ത് ചെയ്യണമെന്നറിയാതെ അത് നഷ്ടപ്പെടുത്തിയ ആളുകളും, അത് തുറക്കാൻ പറ്റാതെ ഇരുന്ന ആളുകളും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, നിങ്ങൾക്കൊരു നല്ല ഒരു വരുമാനത്തെ ശേഖരിച്ചു വെക്കാനും അത് ഉപയോഗപ്പെടുത്തുവാനും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഒരു ബിസിനസ് ഇൻഫർമേഷൻ സെന്റർ. ഇതിനെ സഹായിക്കുന്നത് ശ്രീ അഫ്സലാണ്. ശ്രീ അഫ്സൽ, അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു 3.5 വർഷത്തോളം എനിക്ക് വളരെ അടുത്തറിയാം. കാരണം ഞാൻ പല ബിസിനസ്സുകളും അദ്ദേഹത്തിന് നൽകാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് വാർണിംഗ് തരും, ഹരി ചെയ്യരുത്, ഇതെല്ലാം നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തും. അനുസരിക്കാതെ ഞാൻ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, ആ എമൗണ്ട് ഡബിൾ ആവും, ട്രിപ്പിൾ ആവും, ഞാൻ കുറച്ച് അഹങ്കാരിയാവും. പക്ഷേ ഞാൻ ആ മൊത്തം എമൗണ്ടും അല്ലെങ്കിൽ കടം വാങ്ങിയ എമൗണ്ടും 10 ഇരട്ടിയാക്കി തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യും. ആ തിരിച്ചിടുന്ന ഇൻവെസ്റ്റ്മെന്റ് മൊത്തം കൊണ്ട് ആ കമ്പനികൾ പോയി. ഇന്ന് വരെയായി ഒരു കമ്പനിയും എനിക്ക് സസ്റ്റൈനബിൾ പ്രോഫിറ്റ് തന്നിട്ടില്ല. എനിക്ക് ലാഭം കിട്ടി. എങ്ങനെ കിട്ടി? എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ഉറ്റവരെ, എൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഞാൻ അവരെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ലാഭം എൻ്റെ മനസാക്ഷിക്ക് ഉതകുന്ന ലാഭമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ജനുവരി 11-ാം തീയതി ശ്രീ അഫ്സൽജി എന്നെ വിളിച്ചു, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. ഇതൊരു എയർ ഡ്രോപ്പ് വരികയാണ്, സ്റ്റാർട്ടിംഗ് ആണ്, ഇന്നലെയാണ് ഇതിന് ആരംഭിച്ചിരിക്കുന്നത്. ജനുവരി 10-ാം തീയതി കാലത്ത് 10:15 ആരംഭിച്ചാണ്. ഇന്നിപ്പോൾ ജനുവരി 11, 5:30 മണിയായിട്ടുണ്ട്. ഞാൻ താങ്കളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പഠിക്കൂ, തീരുമാനം എടുക്കൂ. എനിക്കൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തോളമായി അദ്ദേഹം ഇതേപോലുള്ള പ്രോഗ്രാമുകൾ മാത്രം ചെയ്തുകൊണ്ട് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, നല്ല അസറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു. തീർച്ചയായും ഞാനും അദ്ദേഹത്തിന്റെ കൂടെ കൂടി, അദ്ദേഹത്തിന്റെ ഗൈഡൻസിൽ ഞാൻ മുന്നോട്ട് യാത്ര പോകുന്നു. ഇന്നിപ്പോൾ തിരക്കേടില്ലാത്ത ടീം, ഒരു 1500ഓളം പേര് ഈ നമ്മളുടെ ഈ കൂട്ടായ്മയിലുണ്ട് ഇന്ന്. പക്ഷെ ഈ 1500ന്റെ ഈക്വലന്റ് ആണ് 13 പേര്. അതിനെല്ലാം ഉത്തരവാദി നമ്മളാണ്. നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുകയാണെങ്കിൽ അവർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ എനിക്ക് മാത്രം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മാത്രം ഇത് പോരാ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾക്കും നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരാം. ഒരു റഫറൽ ലിങ്കിലൂടെയാണ് ഈ പ്രോഗ്രാം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. റഫറൽ ലിങ്ക് എന്ന് പറയുമ്പോൾ പലരും നെറ്റി വിളിക്കും, കാരണം അനുഭവമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെയുള്ള പേടിഎം, ഇങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും റഫറലുണ്ട്. അതിലെല്ലാം ഇന്നും വരുമാനം, ഒരാളെ റെഫർ ചെയ്താൽ 200 രൂപ വരെ കിട്ടുന്ന ഫോൺ പേ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. 700, 750 രൂപയായിരുന്ന ഒരു സമയത്ത് 500 ആക്കി, അങ്ങനെ കുറച്ച് കുറച്ച് ഇപ്പോൾ അത് 200 ആയി. കാരണം മാക്സിമം ആളുകൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ 2017 മാത്രം ആരംഭിച്ച ബിറ്റ് കോയിൻ, ബിനാൻസ്, അവരുടെ ആപ്ലിക്കേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 5 ടോക്കൺ വരെ, 5 BTC വരെ ലഭിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഈ ഡിസംബറിൽ ഒരു BTCയുടെ കോസ്റ്റ് 1.25 കോടിയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ഡ്രോപ്പ് ഡൗൺ ആയി $60,000, അതായത് ഏതാണ്ട് 55,000, 55 ലക്ഷം രൂപ
ആയിരുന്നു. ഇപ്പൊ അത് വീണ്ടും കൂടി ഇന്നിപ്പോ ഏതാണ്ട് $72,000 എത്തിയിരിക്കുകയാണ്. ഇനിയും കൂടുന്ന ലക്ഷണമാണ് കാണുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5 BTC ഒരു ദിവസം റഫറൽ കമ്മീഷനായിട്ട് ലഭിക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഡെയിലി ലോട്ടറി അടിക്കുന്ന അഫ്സൽജി പറയുന്ന മാതിരി ഡെയിലി ലോട്ടറി അടിക്കുന്നു. തീർച്ചയായിട്ടും റഫറൽ അത്രയും വലിയ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ റഫറൽ പ്രോഗ്രാമിന്റെ കാര്യത്തിലേക്ക് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് റഫറൽ? തീർച്ചയായിട്ടും ഇത് ടെലിഗ്രാമിലൂടെയാണ് ഈ പ്രൊമോഷൻ നടക്കുന്നത്. കാരണം ടെലിഗ്രാം കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. നോർമലി വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി ഒരു 2,500 പേർക്കൊക്കെ നിർത്തും. പക്ഷെ ടെലിഗ്രാമിലാണെന്നുണ്ടെങ്കിൽ അത് 2.5 കോടി ആയാലും വിരോധമില്ല. അവരുടെ സിസ്റ്റം അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് ഈ പ്രോഗ്രാം ടെലിഗ്രാമിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് എത്ര വരെ വേണമെങ്കിലും ഇതിലൂടെ ഇൻവൈറ്റ് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നോക്കൂ, ഇതൊരു ഇന്റർഫേസ് ആണ്. ഈ ഇന്റർഫേസ് നമുക്ക് ലഭിക്കുന്നത് റഫറൽ ലിങ്കിലൂടെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡ്യൂപ്ലിക്കേറ്റ് മൈനിങ് എല്ലാം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കാം, സെക്യൂരിറ്റി റീസൺ കൊണ്ടായിരിക്കാം, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്, ഒരു OTP 4 അക്കത്തിന്റെ ഒരു OTP പ്ലസ് ഒരു ക്യാപ്ച. അതായത് ഇത് മിസ്ഗൈഡ് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. എന്നാൽ അത് നമുക്ക് മനസ്സിലാവാതെ കൊണ്ട് പോയി അതിന്റെ പേരിൽ നമുക്ക് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മൈനിങ് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. എന്നാൽ അത് വളരെ ഈസിയാണ്. മൾട്ടിപ്പിൾ ലൈൻസ്, ഈ ഇന്റർഫേസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് തുറന്നു വെക്കാതിരിക്കുക. കൂടുതലുണ്ടെങ്കിൽ ഈ X മാർക്ക് എത്രയുണ്ടോ എല്ലാം ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലിറ്റ് മൈനർ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഈസിയായി OTP വരുത്തുവാനും അത് വെരിഫൈ ചെയ്യുവാനും ഫ്രീ ആയിട്ട് ഒരു ദിവസം 18 ടോക്കൺ 24 മണിക്കൂർ നമ്മൾ കറക്റ്റായിട്ട് 8 മണിക്കൂർ വീതമുള്ള ഇടവേളകളിൽ നമ്മൾ മൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 18 ടോക്കൺ ലഭിക്കും. ഈ 18 ടോക്കൺ ഇന്നിപ്പോ ഏതാണ്ട് ഒരു ടോക്കണിന് 3.5 രൂപയോളം വില വരുന്ന ടോക്കണാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. പലരും ചോദിക്കും എന്തിനാ ഇതിങ്ങനെ ഫ്രീ തരുന്നത്? നോക്കൂ, ഇതൊരു പ്രൊമോഷന്റെ ഭാഗമാണ്. കമ്പനിയുടെ വരും ദിവസങ്ങളിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവണം, അവർക്ക് പല കാര്യങ്ങളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഒന്ന് ഗെയിമുകളാകാം, ലോട്ടറി ആകാം, അതേപോലെ അവരുടെ വിവിധ പ്രൊഡക്റ്റ് സർവീസുകളാണ്. ഈവൻ വിസ കാർഡ് പോലുള്ള പ്രൊഡക്റ്റുകൾ വരാൻ പോവുകയാണ്. ഈവൻ ഫോറക്സ് ട്രേഡിംഗ് വരാൻ പോവുകയാണ്. ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഈ ടോക്കൺ ആണ്. അപ്പോൾ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ ഈ ടോക്കണ് ഇന്ന് ഇപ്പൊ ഈ 3.5 രൂപയുള്ളത് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പക്ഷേ $1, $2, $5, $10 ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട് ഈ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഈ ടോക്കൺ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കത് നമ്മുടെ കറൻസി ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നു 3290 ടോക്കൺ ഞാൻ റിസീവ് ചെയ്തു, മൈൻ ചെയ്തു. എങ്ങനെയാണ് അത് എനിക്ക് സാധിക്കുന്നത്? നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്? ഒന്ന്, നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്തു, സിമ്പിൾ ആണ്, വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. കോപ്പി ലിങ്ക് എടുത്ത് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളിലേക്കോ ബന്ധുക്കളിലേക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ ഇത് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന മൈൻ ചെയ്യുന്ന ടോക്കണിന്റെ 10% നമുക്ക് റഫറൽ കമ്മീഷൻ ആയിട്ട് കിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റഫറൽ കമ്മീഷൻ എന്നത് അത്ര ചെറിയ സംഭവമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആ ടോക്കണും നമുക്ക് സൂക്ഷിച്ചു വെക്കാം, അതും നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ടോക്കണും കൂടുതൽ വേണം. അതിന് ആദ്യം ചെയ്യേണ്ടത് $25 പേ ചെയ്തുകൊണ്ട്, പേ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. സെറ്റിങ്സ് എടുക്കുക, അവിടെ ആഡ് ഫണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഡിസൈഡ് എമൗണ്ട് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ താഴെയുണ്ട് ക്വിക്ക് സെലക്ട്, അതിൽ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ഐ എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ, കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്തു, QR കോഡ് എടുത്തു, അല്ലെങ്കിൽ വാലറ്റ് അഡ്രസ് എടുത്തു. ഈ എമൗണ്ട് ഈ വാലറ്റ് നിലനിർത്തിക്കൊണ്ട് വേണം എമൗണ്ട് ആഡ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ $25 നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. എന്താണ് അപ്ഗ്രേഡിങ്? വെരി സിമ്പിൾ. നമ്മൾ മാനുവലായിട്ട് ഓരോ 8 മണിക്കൂർ കൂടുമ്പോൾ ക്ലിക്ക് ചെയ്യേണ്ടതിന് പകരം അത് ഓട്ടോമാറ്റിക്കായി ഒരു ബോട്ട് ആ വർക്ക് ഏറ്റെടുത്തു. വേറെ ഒന്നുമല്ല, കിട്ടുന്നത് 18 ടോക്കൺ തന്നെയുള്ളൂ. അപ്പോഴും ഇപ്പോഴും $25 പേ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആകാൻ വേണ്ടി മാത്രമാണ്. ഇനി അതിന്റെ കൂടെ ഒരു ഓഫറും കൂടി ഉണ്ട്. എന്താണ്? നമുക്ക് സ്റ്റേക്ക് ചെയ്യാം.
നമ്മൾക്ക് ലഭിച്ച ടോക്കൺ, നമ്മൾ മൈൻ ചെയ്യുന്ന 18 ടോക്കണും പ്ലസ് നമ്മുടെ ടീമിലൂടെ കിട്ടുന്ന ടോക്കണും കൂടി നമുക്ക് അതവിടെ സ്റ്റേക്ക് ചെയ്യാം. സ്റ്റേക്ക് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? മിനിമം 10 ടോക്കൺ ഉണ്ടെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം. ഇതാ ഇപ്പൊ 14.76 ടോക്കൺ ഉണ്ട്. അത് ഞാൻ സ്റ്റേക്ക് ചെയ്തു. അപ്പോൾ തന്നെ അതിൽ നിന്നും എനിക്ക് ഡെയിലി ഏർണിംഗ് ആയി അതിന്റെ പ്രോഫിറ്റ് 30 സെന്റ്സ് എനിക്ക് ലഭിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇത് പലതുള്ളി പെരുവെള്ളം. ഡെയിലി കിട്ടുന്ന ടോക്കൺ എത്രയായിക്കോട്ടെ, എനിക്കിപ്പോ ഏതാണ്ട് ഒരു ദിവസം 100-400 ടോക്കണിൽ മേലെ കിട്ടുന്നുണ്ട്. ഞാൻ മൈൻ ചെയ്യുന്നത് 18 ആണ്, കൂടെ എൻ്റെ റെഫർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഈ സ്റ്റേക്കിങ്ങില് ഇനി നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ടോക്കൺ എണ്ണം കൂട്ടണം. എന്താണ്? വെരി സിമ്പിൾ. $50 പാക്കേജ് വാങ്ങിക്കാം. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ല. ഞാൻ അതിനെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനല്ല പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീ മൈനിങ് ആണ്. പക്ഷെ നിങ്ങളൊരു പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാം. എങ്ങനെയാണ്? 50 പാക്കേജസ് എടുക്കുക. ഓരോ 50-നും ഈ 18 കോടി ടോക്കൺ, 15 കോടി ടോക്കൺ തീരുന്നത് വരെ നമുക്ക് 18 ടോക്കൺ ഡെയിലി ലഭിക്കും. 18 ടോക്കൺ ഓൾറെഡി ഫ്രീ കിട്ടുന്നുണ്ട്, അതിന് കൂടെ ഈ 18 ടോക്കൺ ആഡ് ആവാം. ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിന്റെ കൂടെ ഒരു $200 എക്സ്ട്രാ ടോക്കൺ വാങ്ങിക്കുകയാണ്. അപ്പൊ എനിക്ക് ലഭിക്കുന്നത് 90 ടോക്കൺ ടോട്ടൽ ആവും. അതായത് 72 ടോക്കണിനെ, അതായത് 18 ടോക്കൺ വീതം 4 പാക്കേജ് എടുത്തു. ഒരു പാക്കേജ് ഓൾറെഡി എനിക്ക് ഫ്രീ ഉണ്ട്. മൊത്തം 90 ടോക്കൺ ഡെയിലി ലഭിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, കാണാൻ സാധിക്കും. ഓരോരുത്തര് 1854 ടോക്കൺ ഡിവൈഡഡ് ബൈ 18, 102 പാക്കേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പാക്കേജ് ആളുടെ ഫ്രീ ഓട്ടോ മൈനിങ്. അപ്പോൾ $5100 ആണ് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2500-ഉം 2800-ഉം 1800-ഉം 1000-ഉം 500-ഉം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇതവിടെ ഓരോരുത്തർ കാണാൻ സാധിക്കും. ശൈലേഷ് ഒരുപക്ഷെ നമ്മുടെ ഇടയിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ഇവിടെ ടോപ്പ് 10 വ്യക്തികളെ ഇവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3 ടോപ്പ് 10, ടോപ്പ് 3, അത് കഴിഞ്ഞിട്ട് 4, 5, 6, 7, 8, 3 പേരുണ്ട്. 3 പേരും ആ പാക്കേജ് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ടോക്കൺ മൊത്തം സ്റ്റേക്ക് ചെയ്യാം. അതിന് സ്റ്റേക്കിംഗ് റിവാർഡായിട്ട് USDT വാങ്ങിക്കാം. സി, ഇറ്റ്സ് എ ഗുഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നോക്കൂ, 21,229 പേരാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വന്നത് തീർച്ചയായും ജനുവരി 11 വൈകുന്നേരത്ത് 5:30 മണിക്കാണ്. ആ സമയത്ത് 263-ാമത്തെ ആളായിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ 21,000 പേര് എനിക്ക് ശേഷം മൈൻ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഇനി അതിന് കൂടെ 695 പേര് പെയ്ഡ് വെർഷനാണ്. നിർബന്ധമൊന്നുമില്ല, എല്ലാവരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് USDT റിസീവ് ചെയ്യാം. ഡെയിലി ഇപ്പോൾ എനിക്കൊരു $10-15, $18 ഒക്കെ ആവറേജ് ഒരു ദിവസം വരുമാനം ഉണ്ടാക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു സീരിയസ് മാറ്റർ ആണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ ഈ ചെലവഴിക്കുന്ന ഈ അരമണിക്കൂർ 1 മണിക്കൂർ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇതിന്റെയൊക്കെ ഉറപ്പ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സാധ്യതകൾ? ഇത് ഞാൻ ഈ പറഞ്ഞത് ഈ ഇന്റർഫേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇനി ഇതിന്റെ ലിക്വിഡിറ്റി എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത്? ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട്? ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി എന്നെക്കാട്ടിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയോടും പെർമിഷനോടും കൂടിയും ഞാൻ ശ്രീ അഫ്സൽജിയെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഫോർ അസ്, ശ്രീ അഫ്സൽജി, പ്ലീസ് വെൽക്കം. സാറ് താങ്ക് യു. എന്നിരുന്നാലും സാർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്താണ് മൈനിങ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു മൈനിങ്ങിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുക, അതിൽ സീരിയസ് ആയിട്ട് നിൽക്കേണ്ടവർ എന്തൊക്കെ ചെയ്യണം, അതല്ല ടൈം പാസിന് നിൽക്കേണ്ടവർ എന്തൊക്കെ ചെയ്യണം, സാർ വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു തന്നു. നമുക്ക് ഒരുപാട് ടോക്കൺസ് മാർക്കറ്റിലുണ്ട്, ഒരുപാട് കോയിൻസ് ഉണ്ട്, ഒരുപാട് ടോക്കൺസ് ഉണ്ട്, ഒരുപാട് ക്രിപ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ട് വരുന്ന ഒത്തിരി കമ്പനികൾ നമുക്ക് ചുറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കമ്പനി പോലും ഒരു ടയർ 1 എക്സ്ചേഞ്ചിൽ പോയിട്ട് ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യാത്തത്?
നമ്മൾ ഇന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കമ്പനികൾ വരുന്നു, ഇവർക്കെല്ലാം ബിനാൻസ് ലിസ്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെക്സുകൾ ലിസ്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ, എന്തുകൊണ്ടാണ് ആരും ചെയ്യുന്നില്ല? ഒറ്റ റീസൺ ആണ്. നമ്മളെ സംബന്ധിച്ചോളം ഒരു ടോക്കൺ ഒരു ടയർ 1 എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ആ എക്സ്ചേഞ്ച് ആ ടോക്കണെ ഓഡിറ്റ് ചെയ്യുകയും ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വിടുകയും ചെയ്യും. ബിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ടോക്കണിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ബിനാൻസ് യൂസേഴ്സിന് കാണത്തക്ക രീതിയിൽ അവരെ ഓഡിറ്റ് റിപ്പോർട്ടിന് പുറത്തു വിടും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ക്രിപ്റ്റോ എന്ന് പറഞ്ഞു വരുന്ന പല പ്രോജക്റ്റിലും ഒരു നല്ലൊരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ. സാർ പറഞ്ഞു നിർത്തിയ അവിടെ നിന്ന് ഞാൻ തുടങ്ങാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡർ പറയുന്നതോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ചെയ്യുന്ന ആള് പറയുന്നതോ ക്രിപ്റ്റോയിൽ 5 വർഷം 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന ആള് പറയുന്നതോ അല്ല നമ്മൾ കേൾക്കേണ്ടത്. ക്രിപ്റ്റോനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള രണ്ടാളാണ്. ഒന്ന് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, രണ്ടാമത്തത് ഒരു ടയർ 1 എക്സ്ചേഞ്ച്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് CMC ആണ്, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ആണ്. എന്തൊക്കെയാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഉണ്ടാവുക? ഒരു ടോക്കൺ അല്ലെങ്കിൽ കോയിൻ, ആ ഒരു കോയിന്റെ റാങ്ക് എന്താണ്, ആ കോയിനിൽ എത്ര മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്, ഇന്നത്തെ പ്രൈസ് എന്താണ്, ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്, പ്ലസ് ആ ടോക്കൺ എവിടെ, അങ്ങനെ ഒത്തിരി ആൾ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ഇന്റർഫേസ് കാണുന്ന ഇത്തരം കാര്യങ്ങളാണ്. നമുക്കിവിടെ കാണാം BTC ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നു. $1.45 ട്രില്യൺ ആണ് BTCയുടെ മാർക്കറ്റ് ക്യാപ്പ്. ഏകദേശം $72,000 മേലെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഓൾമോസ്റ്റ് 1% മേലെ മാർക്കറ്റ് അപ്പാണ്. ഇതേപോലെ നമുക്ക് LMXന് എടുത്തു നോക്കാം. LMX 4346 ഇപ്പോൾ റാങ്ക് നിൽക്കുന്നത്. കഴിഞ്ഞ മാസം ലാസ്റ്റ് ആണ് LMX CMCയിൽ ലിസ്റ്റ് ആയത്. ഏകദേശം അന്ന് 5800 സംതിങ് ആയിരുന്നു റാങ്ക്. അപ്പൊ 4300 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1500 ടോക്കണുകളെ പിന്നിലാക്കിക്കൊണ്ട് LMX എന്ന് പറയുന്ന ടോക്കൺ 1500 റാങ്ക് മുന്നിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇതൊരു നല്ല സിംറ്റംസ് ആണ്. എന്തൊക്കെയോ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഒരു മാസം കൊണ്ട് 1500 റാങ്കിനെ കവർ ചെയ്ത് മുന്നിലേക്ക് വരാന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ കൃത്യമായിട്ട് വെക്കാം. ഇപ്പൊ നിൽക്കുന്ന ഈ 4300 എന്ന് പറയുന്ന റാങ്ക് അതൊരു 2000-ലേക്കോ 1000-ലേക്കോ ഒക്കെ വരുന്ന സമയത്ത് മിനിമം ഒരു ടോക്കണിന്റെ പ്രൈസ് $1 മുകളിലായിരിക്കും. ഇതിലാണ് CMC നമുക്ക് മനസ്സിലാവുന്ന കാര്യം. രണ്ടാമത്തത് നമ്മൾക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ 3 എക്സ്ചേഞ്ചുകൾ ലിസ്റ്റഡ് ആയിട്ടാണ് LMX എന്ന് പറയുന്ന പ്രോജക്ട് മാർക്കറ്റിലേക്ക് വന്നത്. OKX എക്സ്ചേഞ്ച്, ദെൻ ഗേറ്റ് IO എക്സ്ചേഞ്ച്, വേൾഡിലെ നമ്പർ 1 ആയിട്ടുള്ള ബിനാൻസ്. ഈ ബിനാൻസിൽ ഉൾപ്പെടെ 3 ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചിന്റെ ഡെക്സുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടാണ് LMX എന്ന് പറയുന്ന ഒരു പ്രോജക്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കിവിടെ നോക്കാം. LMX നമ്മൾ ബിനാൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. LMX നമ്മൾ ലോഗോ ഉൾപ്പെടെ അവിടെ കാണിക്കുന്നുണ്ട്. പ്രസന്റ് പ്രൈസ് കാണിക്കുന്നുണ്ട്. ഒരു ടോക്കൺ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഏത് എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് കാണിക്കും, ഇതൊരു ഇന്റർഫേസ് ആയിരിക്കും. നമുക്ക് ഓൾമോസ്റ്റ് അതിന്റെ ചാർട്ട് അവൈലബിൾ ആണ്. നമ്മൾ ഏത് ചാർട്ടാണോ എടുത്തു വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 1 അവർ ചാർട്ടാണ്. നമ്മളെ ആവശ്യാനുസരണം നമുക്കത് 5 മിനിറ്റിലേക്കോ 15 മിനിറ്റിലേക്കോ 1 അവറിലേക്കോ 2 അവറിലേക്കോ ഒക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും. പ്രസന്റ് റൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് 0.036005 ആണ്. റൈറ്റ് സൈഡിലായിട്ട് മാർക്കറ്റ് ക്യാപ്പ്, 24 hours വോളിയം, ലിക്വിഡിറ്റി, അത്രയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഒരു ടോക്കണെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ നമ്മളൊരു ടോക്കണിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഓഡിറ്റ് ആണ്. നമുക്ക് ഓഡിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്താണ് LMX എന്ന് പറയുന്ന ടോക്കണെ കുറിച്ചിട്ട് വേൾഡിലെ നമ്പർ 1 എക്സ്ചേഞ്ചിന്റെ അഭിപ്രായം? ഒരു റിസ്ക് ഇവിടെ കാണിക്കുന്നില്ല, ഒരു നെഗറ്റിവിറ്റി ഇവിടെ കാണിക്കുന്നില്ല. ഫിനാൻസ് അനലൈസ് ചെയ്യുന്ന 9ഓളം പോയിന്റ് ഇത് തുടങ്ങിയ ആളുകൾക്ക് മുൻപ് ഒരു നെഗറ്റീവോ മുൻപ് ഒരു സ്കാമോ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളല്ല. നമ്മൾ മൈൻഡ് ചെയ്യുന്ന ടോക്കൺ ആവട്ടെ, നമ്മൾ മേടിച്ചു വെക്കുന്ന ടോക്കൺ ആവട്ടെ, ഫ്രീസ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ടോക്കൺ മിന്റിങ് റിസ്ക് ഇല്ല, മാനിപ്പുലേഷൻ നടത്താൻ കഴിയില്ല, കോൺട്രാക്ട് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയില്ല, ഹാക്കിംഗ് റിസ്ക് ഇല്ല, നാളെ ഫ്യൂച്ചറിൽ ടാക്സിന്റെ റിസ്ക് വരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒരു ലീഡർ വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നതല്ല. ഇപ്പോ ഹരിസാറിനെ പോലത്തെ ഒരു ലീഡർ പറയുന്നതല്ല. ഹരിസാറിനൊക്കെ ഏകദേശം എന്റെ വയസ്സിന്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഇരുന്ന് പറയുന്നതല്ല, വേൾഡ് നമ്പർ 1 ആയിട്ടുള്ള ബിനാൻസ് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചിരുന്നത്. ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അതറായിട്ട് നമ്മൾ ഇതല്ലാത്ത അടുത്ത രണ്ടോ മൂന്നോ ടോക്കൺസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ തീർച്ചയായിട്ടും അതിലേക്ക് വേണ്ടി പോവാണ്. നമുക്കിപ്പോ LMX എന്ന ടോക്കൺ നമ്മൾ നോക്കിയതിന് ശേഷം നമ്മളിപ്പോ നോക്കാണ്. PTR സെർച്ച് കൊടുക്കുകയാണ്. ആ ടോക്കൺ അവിടെ വന്നു. അപ്പോൾ നമ്മൾ ആ ടോക്കണിൽ ക്ലിക്ക് ചെയ്തു. ഓൾമോസ്റ്റ് ആൽഫയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കൺ ആണ്. നമ്മൾ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് പോവാണ്.
കൃത്യമായിട്ടും ബിനാൻസ് അവിടെ 3 നെഗറ്റിവിറ്റികൾ ആ ടോക്കണെ കുറിച്ച് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൺ ചെയിൻ ടോക്കൺ ട്രേഡിംഗ് പോസ് ചെയ്യാതെ, അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൺ ചെയിനിൽ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. മിൻഡബിൾ ഡിറ്റക്റ്റഡ് ആണ്, കോൺട്രാക്ട് അപ്ഗ്രേഡബിൾ ആണ്. എന്താണ് മിൻഡബിൾ? നമ്മളിപ്പോ ഒരു 10 ലക്ഷം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുന്ന ഒരു ടോക്കൺ അടുത്ത 3 മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴോ 2 വർഷം കഴിയുമ്പോഴോ ഈ 10 ലക്ഷത്തിന്റെ അക്കൗണ്ട് 20 ലക്ഷമോ 50 ലക്ഷമോ 100 ലക്ഷം അല്ലെങ്കിൽ 100 കോടിയോ കമ്പനിയുടെ ഇഷ്ടാനുസരണം മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ മേടിച്ച് 5 രൂപക്ക് മേടിച്ചു കഴിഞ്ഞാൽ ടോക്കണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ മേടിച്ചു വെച്ച ടോക്കണിന്റെ വാല്യൂ കുറയും. 5 രൂപ മേടിച്ച ടോക്കൺ 1 രൂപയാവാനും കാലക്രമേണ അത് 0 ആയിട്ട് മാറാനുള്ള സാധ്യതകൾ മാർക്കറ്റിലുണ്ട്. പ്ലസ് കോൺട്രാക്ട് അപ്ഗ്രേഡബിൾ ആണ്. നമ്മളിപ്പോ ഇരിക്കുന്ന ഓരോ ടോക്കണിനും ഓരോ കോൺട്രാക്ട് ഉണ്ടാവും. ആ കോൺട്രാക്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടോക്കൺ വാല്യൂ ഉണ്ടാവില്ല. എഫക്റ്റീവ്ലി രണ്ടും ഒന്ന് തന്നെയാണ് സംഭവിക്കുക. കോൺട്രാക്ട് ചേഞ്ചബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സഡൻ ചേഞ്ച് ആയിരിക്കും. മിൻറ്റബിൾ എന്ന് പറഞ്ഞാൽ കാലക്രമേണ പതുക്കെ പതുക്കെ നമ്മളുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞൊരു സിസ്റ്റമാണ്. ഇങ്ങനെയാണ് നിലവിലെ ക്രിപ്റ്റോ കമ്പനികൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് അവകാശപ്പെടുന്ന കമ്പനികൾ മാർക്കറ്റിൽ കാണിക്കുന്ന നെഗറ്റിവിറ്റി. നമുക്ക് VR എന്ന് പറയുന്ന അടുത്തൊരു ടോക്കണും കൂടെ നോക്കാം. അവിടെ നമുക്ക് VR ടോക്കണിന്റെ ഓഡിറ്റും അവിടെയും 3 നെഗറ്റിവിറ്റികൾ ബിനാൻസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തില് ഏകദേശം 2 മാസത്തോളമായിട്ട് ഒരു നെഗറ്റിവിറ്റി പോലും മാർക്ക് ചെയ്യാത്ത ബിനാൻസിന്റെ ഓഡിറ്റിൽ ഉൾപ്പെടെ 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹരിസാറ് പറഞ്ഞു നിർത്തിയിട്ടുള്ള പോയിന്റുകളിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇതാണ് നമ്മുടെ ലിറ്റ് മൈനറിന്റെ മിനി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ നിർബന്ധമായിട്ടും അതിൽ ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരും. പുതിയ പുതിയ ഓപ്ഷൻസ് കമ്പനിയോടെ പുഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസുകൾ അവിടെ വരും. അത് LMX മാത്രമല്ല, നിലവിലെ എല്ലാ പ്രോജക്റ്റും നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഇന്റർഫേസ് നോക്കാം. നമ്മൾ ഇന്നലെ വരെ കണ്ട ഇന്റർഫേസ് അല്ല നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മുടെ LMX ID കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആര് റെഫർ ചെയ്തു, പേരന്റ് ID ആരാണ്, അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ഓരോരുത്തർക്കും നമുക്ക് 10 ലെവലുകളായിട്ട് ഇൻകം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മൈൻ ചെയ്യുന്നതിന്റെ അതിന്റെ മൈനിങ് കമ്മീഷൻ നമുക്ക് സെപ്പറേറ്റ് തരുന്നുണ്ട്. നമുക്ക് തരുന്ന റെഫറൽ ഇൻകം സെപ്പറേറ്റ് തരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റേക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ കയ്യിലിരിക്കുന്ന ടോക്കൺ വെറുതെ വെക്കാതെ അത് ബാങ്കിലൊക്കെ നമ്മൾ FD ഇടുന്നത് പോലെ തന്നെ സ്റ്റേക്ക് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയോട് നമുക്ക് പല രീതിയിലുള്ള ഇൻകം സോഴ്സുകൾ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയത് 2 സെന്റ് ആണ് സ്റ്റേക്ക് റിവാർഡ് കിട്ടിയത്. അതായത് നമ്മൾ USDT ഡോളറിൽ 2 പൈസ. പക്ഷെ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 1.5 മാസം പിന്നിടുമ്പോൾ $4.14, ഏകദേശം ഡോളറിന്റെ റേറ്റ് വെച്ചിട്ട് ഏകദേശം ഒരു 400 രൂപ ദിവസം നമുക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് മാത്രം കിട്ടാൻ ഉതകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന പോലെ മൈനിങ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഇപ്പോൾ പുതിയ LMX ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് അല്ല മൈനിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ് മൈനിങ്. പക്ഷെ നമ്മൾക്ക് മുൻപ് കാലങ്ങളിൽ ഒരുപാട് ഡിവൈസുകളും നമുക്ക് ഇലക്ട്രിസിറ്റിയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും എത്ര രൂപ കൊടുക്കുന്ന ഒരു മൈനിങ് മെഷീൻ. ഈ മൈനിങ് മെഷീൻ നമ്മൾ പൈസ കൊടുക്കൽ മാത്രമല്ല, ഇതിന്റെ മെയിൻ്റനൻസ്, ഇത് വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ നമുക്ക് ആ റൂമിലേക്കുള്ള AC ഇട്ട് കൊടുക്കൽ. കാരണം ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം നമുക്ക് അറിയാലോ, വർക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റൂമിൽ കൂടും. അപ്പൊ നമ്മൾ ആ റൂം കൂൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മൈനിങ് മെഷീൻ വെച്ചുകൊണ്ട് ഫിസിക്കലായിട്ട് മൈനിങ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ടഫുള്ള കാര്യമാണ്. വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലും ക്രിപ്റ്റോ മൈനിങ് ഫാം എന്നൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് മൈനിങ് ഫാമുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ മിഷനിൽ നിന്നെല്ലാം മാറി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ഫോണിന്റെ പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്ക് ഒരുപാട് മൈനിങ് ആപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഏകദേശം 3-4 വർഷങ്ങളായിട്ടാണ് ടെലഗ്രാമിലേക്ക് മൈനിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ മാറിയിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വാട്സപ്പിലായാലും ഇപ്പൊ പറഞ്ഞ പോലെ സാർ നേരത്തെ സൂചിപ്പിച്ചതാണ്, 2000 പേരൊക്കെയാണ് നമുക്കൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. പക്ഷെ ഒരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ 2000 ഒന്നുമല്ല, 2 ലക്ഷം, 20 ലക്ഷം, 2 കോടിയൊക്കെയാണ് ഓരോ ക്രിപ്റ്റോസിനും കമ്മ്യൂണിറ്റി വരുന്നത്. അപ്പോൾ ടെലഗ്രാം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു കൗണ്ടിൽ നമുക്ക് 5 കോടിയോ 10 കോടിയോ 100 കോടി മെമ്പേഴ്സിന് വരെ നമുക്ക് ഒരു ഗ്രൂപ്പുകളിൽ ഒരേ സമയം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഓൺലൈൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ആവട്ടെ, ഈവൻ ഫോറക്സ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് തന്നെ ആവട്ടെ,
അങ്ങനെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ടെലഗ്രാമിലാണ്. അവിടെ നമുക്കൊരു കൗണ്ടിന്റെ വിഷയം വരുന്നില്ല. നമുക്ക് ഒരേ സമയത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് ഒരേ ഇൻഫർമേഷൻ സെയിം ടൈമിൽ പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന മൈനിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ഇപ്പൊ ന്യൂലി വന്ന ഒരു ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് ടെലഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. എനിവേ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. ഞാൻ എന്ത് ചെയ്താലും മൈക്ക് അഗെയിൻ ഹരിസ് സാറിന് കൈമാറുകയാണ്. ഹരിസ് സാർ പ്ലീസ്. താങ്ക് യു ശ്രീ അഫ്സൽജി. വളരെ ഭംഗിയായി എന്തൊക്കെയാണ് സാധ്യതകൾ, അതേപോലെ തന്നെ എന്തൊക്കെ ഇതിൽ മനസ്സിലാക്കാനുണ്ട്, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഇനി നമുക്ക് അദ്ദേഹത്തിനൊരു ബിഗ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പ്രസന്റേഷൻ, ഒരു റൈറ്റപ്പിൽ കമ്പനിയുടെ ഒരു റൈറ്റപ്പും കൂടി ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. PPT ആണ്, ജസ്റ്റ് ഒരു എക്സ്പ്ലെയിനിന് വേണ്ടിയിട്ട്. ലിറ്റ്മാക്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ സിമ്പിൾ ആണ്. 100 കോടി ടോക്കണേ ഉള്ളൂ. ഇത് മൈനിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നത് 15 കോടി ടോക്കൺ. ഇതിലിപ്പോൾ ഏതാണ്ട് 32 ലക്ഷം ടോക്കൺ ഇന്ന് വരെയായിട്ട് പുറത്തു പോയിട്ടുണ്ട്. 1 കോടി പോലും പോയിട്ടില്ല. നമുക്ക് ഇനിയും സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്. നമുക്കത് മൈൻ ചെയ്തെടുക്കാം. ഈ 15 കോടി ടോക്കൺ നമുക്ക് എയർ ഡ്രോപ്പ് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് ശ്രീ അഫ്സൽജി വളരെ വ്യക്തമായി പറഞ്ഞു. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. അതിലൂടെ കമ്പനിയുടെ പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിനുള്ള കസ്റ്റമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന സംവിധാനമാണ്. 3 ഷെഡ്യൂളാണ്, 8 മണിക്കൂറിന്റെ 6 ടോക്കൺ വീതം നമുക്ക് 18 ടോക്കൺ ലഭിക്കുന്നു. നമ്മൾ അത് നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ആ റെഫറലിലൂടെ നമുക്ക് ടോക്കൺ ഉണ്ടാക്കാം. ഇനി ഇത് ഓട്ടോ വെർഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആകെ ചെലവഴിക്കേണ്ടത് 2500 രൂപയോളം ആണ്. വേരിയേഷൻസ് ഉണ്ട്, ഡെയിലി ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ഏറി വന്നാൽ 2500 രൂപ പേ ചെയ്താൽ നമുക്ക് ഈ 15 കോടി ടോക്കൺ തീരുന്നത് വരെയും നമുക്ക് മൈൻ ചെയ്യാം. അതിന് വേറെ ഒന്നും എക്സ്ട്രാ പേ ചെയ്യേണ്ട, അപ്ഗ്രേഡ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. അതിലൂടെ നമുക്ക് ഡെയിലി 18 ടോക്കൺ നമ്മൾ ഈ ഓരോ 8 മണിക്കൂർ കൂടുമ്പോൾ ഇത് ടാപ്പ് ചെയ്യാതെ നമുക്ക് തരുന്നു. അത് നമ്മുടെ ടീം അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെയും നമുക്ക് ഡയറക്റ്റ് ഇൻകം USDT ആയിട്ട് നമുക്ക് കിട്ടും. അത് എത്ര വേണമെങ്കിൽ അൺലിമിറ്റഡ് ആണ്, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇത് കൂടാതെ നമ്മൾ എടുക്കുന്ന ഈ ടോക്കണെ സ്റ്റേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിലൂടെ നമ്മൾ കൊടുത്ത 25-ന് ഡബിൾ 50 ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. $2 ഉണ്ടെങ്കിൽ മിനിമം വിഡ്രോവൽ ആണ്. ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം നമുക്ക് വിഡ്രോ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഭംഗിയായിട്ട്. ഇനി നമുക്ക് പ്ലാൻ, അതായത് നമുക്ക് സ്പീഡ് കൂട്ടണം. ടോക്കൺ അവിടെ കിടക്കുന്നുണ്ട്, 15 കോടി ഉണ്ട്, 14.25 കോടി ടോക്കൺ ഉണ്ട്. നമുക്ക് അതിന്റെ എണ്ണം കൂട്ടണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, $5100 വരെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്. നമുക്ക് ആവുന്നത്, നമ്മളെ കപ്പാസിറ്റി ഉള്ളത് ഏതാണോ നമുക്കത് ടോക്കൺ എടുക്കാം. അങ്ങനെയാണെങ്കിൽ വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ നിന്നും നമുക്ക് വരുമാനം 10 ലെവലുകളിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ടീം 50 എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിൽ നിന്നെല്ലാം നമുക്ക് ടോക്കണും കിട്ടുന്നു, പ്ലസ് USDT ആയിട്ടും കിട്ടുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. USDT ഇന്നത്തെ മാർക്കറ്റിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുന്ന BEP20-ലാണ് നമുക്ക് ഇതിന്റെ എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുന്നത്. എല്ലാവർക്കും വലിയൊരു വരുമാനത്തിനുള്ള സ്രോതസ്സാവട്ടെ എന്ന ആശംസകളോടെ ഞാൻ ഈ പ്രസന്റേഷൻ ഭാഗം നിർത്തുന്നു. ഇനി നമുക്ക്